ഹലോ ഗൈസ്, എക്സ്പ്ലെയിൻ ചെയ്യ് എന്താണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇന്ന് നമ്മള് ഫസ്റ്റ് കനാലിൽ പോയിട്ട് പിന്നെ മണ്ണുകുഴി പോയിട്ട് അതുകൂടെ സൈക്കിൾ ഓടി കളിക്കാനാണ് നമ്മള് പോകുന്നത്. പിന്നെ ഈ വെയിലത്ത് ചൂടത്ത് ചങ്ങായി പുറത്തേക്കിറക്കാൻ റെഡിയാ, അല്ലെങ്കിൽ കണ്ടോ ആകെ ഡാർക്കായി. അപ്പം നല്ലതാണ്, വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി അല്ല സെഡ് വരെ എത്തിക്കാണ് ഇപ്പോൾ, നല്ല ചൂടാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇവിടെ ഒരു കനാലുണ്ട്, അതിൻ്റെ അടുത്ത് പോയേക്കട്ടെ, നല്ല രസമാണ് കേട്ടെ. എൻ്റെ ബൻ തള്ളാണ്, അപ്പോൾ പോയേക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്ത് ഒരു 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 റോഡുണ്ട്, അമ്മമാരുണ്ടാക്കിയിട്ട് ഓഫ് റോഡ് റോഡുണ്ട്, അതിൽ പോയിട്ട് കുറച്ച് നേരം മണ്ണുംകുഴി ഇപ്പോഴല്ല, അത് ബൈക്കും കൊണ്ട് ഫുള്ള് എൻ്റെ ഗിയറൊക്കെ ഇട്ടാണ്, ഗിയറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. സന്തോഷമായ ഞാൻ ഇവിടെ മൗണ്ട് ചെയ്യും, പിന്നെ ഇവിടുത്തെ വിഷയമായിരിക്കും. നമ്മളെ ഇവൻ്റെ ഇതിൽ കാറ്റ് കുറവാണ്, അപ്പോൾ കാറ്റടിക്കാൻ പോകട്ടാ. ഇതിൻ്റെ അടുത്തൊരു ഇലക്ട്രിക് കാറ്റടിക്കുന്നുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് കാറ്റടിക്കാൻ പോവാം. കാറ്റടിക്കുകയാണ് സുഹൃത്തുക്കളെ, കാറ്റടിക്കുകയാണ്. കുറേ ഓവറായിട്ട് ഒഴിഞ്ഞ്. പിന്നെ സൈക്കിളും ചവിട്ടി ഇറങ്ങാതെ വല്ല ഇതൊക്കെ എവിടെ പോയി ഇടിച്ചു നിൽക്കുമോ. ഇതൊരു സുഖമല്ല പോയി ഇതിൻ്റെ സൈറ്റ്, ഇത് ഭയങ്കര ഹൈറ്റ്, അങ്ങനെ കുനിഞ്ഞിരിക്കണം. എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് അടിക്കാം, അത് കാട്ടിക്കാം. ഇതിങ്ങനെ കുനിഞ്ഞിരിക്കണേ. അത് ഗ്രൗണ്ടാണോ? ഗ്രൗണ്ടാണോ? അജി പൊക്കോ. ബൈക്കും കൊണ്ട് വരണേന്നില്ല ഇതിലെ ഇവൻ്റെ ഒരു പ്രാന്ത്. ശിവനേ ഇതാണ് ഞങ്ങളെ ഗ്രൗണ്ട്. കണ്ണ ഇതാണ് ഞങ്ങളെ ഗ്രൗണ്ട്. ഇവിടെ നെറ്റൊക്കെ കെട്ടിയിട്ട് ഷട്ടിൽ കളിക്കാമല്ലോ. ഇവിടെ നെറ്റൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഷട്ടിൽ കളിക്കാമല്ലോ അല്ലേ? ഇവിടെ നെറ്റൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഷട്ടിൽ കളിക്കാമല്ലോ. എവിടെയാണ് കനാല് വരുന്നത്? ഇതാണോ കനാല്? അത് ശരി. പിന്നെ വെയിലത്ത് കൊണ്ട് അയ്യോ അല്ല 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 അല്ല. Let me down there. കുറ്റം കുറവ് ആൾക്കാരങ്ങനെ തിന്നോണ്ടിരിക്കില്ലേ? നോണയും കൊതി കൂട്ടുകാരായി കുറ്റം പറയില്ല തമ്മിൽ. ഓനെങ്ങനെ ഇങ്ങനെയല്ലേ അല്ലേ? ആ കാറ്റ് കുറച്ച് വേണം ബാക്കിൽ കുറച്ച് കാറ്റ് കുറവാണ്. അവിടേക്ക് പോയി ഇറങ്ങാം. ശിവനേ ഇതിൻ്റെ ബ്രേക്ക് കുറച്ച് കുറവാണ്, അപ്പോൾ ഇതിൽ താല്പര്യമില്ല അതിനോട്. മതം, ജാതി, പൊളിറ്റിക്സ്, അപ്പോൾ അത് വിടും. നമുക്ക് ഓൺലി ഹ്യൂമൻ തിങ്സ്. അങ്ങനെ ഇത് നല്ല വെള്ളമല്ല, അടിപൊളി പുഴയായിരുന്നു അത്. എന്തായാലും പിന്നെ വെള്ളം വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. പാലം വന്ന് എന്താ അടിപൊളിയായി. ബൈക്കും കൊണ്ട് വരണല്ലേ ട്രയലടിക്കാൻ. വൈകിട്ട് ഇറങ്ങാം, അതിലിങ്ങനെ വണ്ടിയും കൊണ്ട് വരണം. ഓ പൊളിയായിരിക്കും. എൻ്റെ മോട്ടോക്രോസ് ടയറിൻ്റെ കയറണതില്ല. ഗിയർ സൈക്കിളാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി പോവാണക്ക്, അതൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ പൊക്കോളും. ഞാൻ കണ്ടില്ല, നിൽക്കണമെന്നില്ലല്ലോ. മാറി കൊടുക്ക്. ലെഫ്റ്റ് പിടിച്ചോ. ആ ഒരു പൊക്കോട്ടെ ഉണ്ടങ്ങനെ. നമ്മൾ പഴയ റൈഡർ കണ്ണാപ്പിയായിരുന്നു. സൈക്കിളും കൊണ്ടൊക്കെ
19 കിലോമീറ്റർ പോയ മനുഷ്യനാണല്ലേ. സൈക്കിളും കൊണ്ട് എത്താത്ത സ്ഥലങ്ങളില്ലായിരുന്നു ഒരു കാലം. ഫൈനലേ ചവിട്ടി കയറടാ. ചവിട്ട്. ഇല്ല അതില്ല ചവിട്ടി കയറ്റി. അത് ഫൗളാ. ഞാൻ എറിയും ഞാൻ. ചവിട്ടറാ. ചവിട്ടി കയറ്റി. ട്രൈ ചെയ് വേണാവുള്ളൂ. ഫുൾ ഫാറ്റാണ് എൻ്റെ ശരീരത്തിലേ. അത് ബേണായി പോകണം. എനിക്ക് സൈക്കിൾ എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ? ശരീരം ഇളകണം. അല്ല തള്ളി കിടക്കല്ല, ഇറക്കം വിടില്ല. സൈക്കിളോട് മാറി കൊടുക്കും. ചങ്ങനോട് ചോദിച്ചിട്ടേ സൈക്കിൾ വരുന്നില്ല. എൻ്റെ തന്നെ അല്ലേ 2 എന്തൊക്കെ അല്ലേ എൻ്റെ പ്രായത്തിൽ 2 സൈക്കിൾ കണക്കില്ലേ. ഞാനൊക്കെ ഉണ്ടല്ലോ സൈക്കിളിന് വേണ്ടി അല്ല പഴയതൊക്കെ പെറുക്കി വിട്ടിട്ടാണ് സൈക്കിൾ തന്നെ. അവിടെ ലെഫ്റ്റ് പിടിക്കും, സൈഡ് കൊടുക്ക്. എങ്ങനെ മൗണ്ടൻ കൂടി പോകേണ്ട അറിയോ? എന്നാൽ ഇങ്ങനെ ബോഡി എപ്പോഴും ചിന്നെങ്ങനെ വെക്കുക. എന്നിട്ട് നല്ല ഹൈറ്റ് വരും. ബാക്കിലേക്ക് ബോഡി ബാലൻസ് ചെയ്യുക, ഫ്രണ്ടിലേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ നിർത്തിയിട്ട് നോക്ക്. ഇങ്ങനെ ബോഡി ഫുള്ള് ബാക്കിക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല കുത്തിന് ഇറക്കുമ്പോൾ ഫുള്ള് ബോഡി ഇങ്ങനെ ബാക്കിക്ക്. കയറ്റം കയറുമ്പോൾ ഇങ്ങനെ അങ്ങനെ ബാലൻസ് ചെയ്യണം പോലെ കേട്ടോ. അധികം എഫേർട്ട് വരില്ല. സാധാ സൈക്കിൾ ചവിട്ടുന്ന പോലെയല്ല, ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് ചവിട്ടാൻ പറ്റുന്നത്. നൈസ്. ലെഫ്റ്റ് പിടിച്ച് പോ. വരുമ്പോൾ പോ. ഞാൻ കാശ് എടുത്തില്ലേ. അത് കുഴപ്പമില്ലേ. പോയി വരുമ്പോൾ എന്നാ വായിക്കോ വാങ്ങാതാ ചങ്ങായി. ഇവനെ കൊണ്ടുവന്ന ചിലവാട്ടോ എനിക്ക്. ഇവിടെ നമ്മൾ ഷോഡ വാങ്ങി. അതെ കുറച്ചൊന്ന് തണുപ്പ് പോയിട്ട് കുടിക്കല്ലേ, തൊണ്ട പോകും കേട്ടോ. ഗ്ലൗസ് നമുക്ക് ഓൺലൈനിൽ എടുക്കാം. ജിപ്പ് എന്തായാലും ഒന്ന് ക്ഷമിക്ക്. ഞാനൊന്ന് പോട്ടെ. ഇത് കൂടി പോകുമ്പോൾ റിമ്മ് കോഡ് ഉണ്ടോ എല്ലാം ശ്രദ്ധിച്ചോ. ഞാൻ കുറച്ചും കൂടി കാറ്റടിക്കണേനു ഫ്രണ്ടിൽ. ഇതാണ് മണ്ണുംകുഴി, കൊമ്പറണ മണ്ണുംകുഴി. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ട് പടക്കൊക്കെ പൊട്ടിച്ച് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ചാൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പടക്കൊക്കെ പൊട്ടിച്ചാണ്. ഇവിടെയാണ് എൻ്റെ ബൈക്ക് വേണം ടെസ്റ്റ് അടിച്ചത്. ഈ വന്നിട്ടുണ്ടായിരുന്നതിന് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട്, നല്ല ചാർജ് കഴിഞ്ഞു, നല്ല ലൈറ്റിംഗ് ആട്ടോ. ഇവിടെ ഔട്ട്ഡോറിൽ വന്നു കഴിഞ്ഞാൽ ഗോപ്രോ വേറെ ലെവലാണ്. നല്ല ലൈറ്റിംഗ് ആകുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും. ഇത് ഞാൻ 4K ഒന്നുമല്ല 1080 എടുക്കണത്, ഫുൾ HD എടുക്കണത്. കാരണം എന്താ വെച്ചാൽ മെമ്മറി കാരണം 1 മാസം ഓടിക്കണ്ട. 1 മാസമല്ല, ഇനിയൊരു 10-25 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ അത് ഓടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി 1080 എടുക്കണത്, 4K ഒന്നും എടുക്കണില്ല. നമ്മൾ ചാനലൊക്കെ ഒന്ന് ക്ലിക്കായി സെറ്റായി കഴിഞ്ഞാൽ ഫുള്ള് 4K അങ്ങനെ മാക്സിമം ഹൈ ക്വാളിറ്റി തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുള്ളൂ. ഗോപ്രോയിലാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഫോണിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഐഫോണിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല ക്യാമറ നമ്മൾ ചാനലൊക്കെ ക്ലിക്കായി ഒരു ലെവലായി കഴിഞ്ഞാൽ എന്തായാലും കുറേ പ്ലാനുകളുണ്ട്. എങ്ങനെയാണ് പോകുന്നത്, ഈസി ആയിട്ടുള്ള വേഗങ്ങൾ, അങ്ങനെ കുറേ പ്ലാനുകൾ. മെയിനായിട്ട് ട്രാവലാണ്. എനിക്ക് ട്രാവൽ പറഞ്ഞാൽ ഭയങ്കര ക്രേസ്. അപ്പോൾ മെയിനായിട്ട് ട്രാവലാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ ടാർഗറ്റ് എന്താ വെച്ചാൽ കുട്ടിച്ചനെ ഈ 1 മാസത്തിനുള്ളിൽ കോഞ്ഞാട്ടി വെക്കണം. അങ്ങനെ കുറേ ട്രാവലിംഗ് പ്ലാൻ ഉണ്ട്. ഇവിടെ വന്നിട്ടും ഇവിടുന്ന് കുറച്ച് സ്ഥലങ്ങൾ പോകണുണ്ട്. അപ്പോൾ ടൈമിൻ്റെ അതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ആ ഒരു പ്ലാന് സ്കിപ്പ് ചെയ്യും. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ഒരു ടീമിൻ്റെ ഇവിടുത്തെ ടീമിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, അതെന്തായാലും പോയിരിക്കും. പിള്ളേരെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമുള്ള സിംഗിളായിട്ട് എന്തായാലും അവരും സിംഗിളായിട്ട് ഇറങ്ങും. ഞങ്ങളങ്ങനെ ഒരു 4-5 ദിവസം അങ്ങനെ ഇറങ്ങാറില്ല. ചെറിയ രീതിയിൽ വലിയ ലോങ്ങൊന്നും പോവില്ല. ഒരു 100-500 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളൊരു
ഒരു ട്രിപ്പ് അങ്ങനെ ഒഴിഞ്ഞ് പോകണം എന്തായാലും. കാരണം കുറേ കാലമായി ഞങ്ങൾ കൂടിയിട്ട്. കാരണം എല്ലാവരും പ്രവാസികളാണ്. പിന്നെ ഒരാൾ മാത്രമേ ഉള്ളൂ, 1-2 ആൾക്കാർ ഇവിടെ ഉള്ളൂ. എല്ലാവരും ബിസിയാണ്. കാരണം ഒരു പ്രായമായി, ഫാമിലി ആയി കഴിഞ്ഞാൽ പിന്നെ തിരക്കായിരിക്കും. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങളൊന്ന് കൂടി എല്ലാവരും ഒരു ടൈമിൽ എത്തിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എൻജോയ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിപ്പും വ്ളോഗ് പോലെ ഞാൻ ചെയ്യണം കരുതുന്നുണ്ട്. അതല്ലാതെ അതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ക്ലിക്കായി റീച്ചായി കഴിഞ്ഞാൽ കുറേ രാജ്യങ്ങൾ ഇങ്ങനെ പ്ലാനിലിട്ടിട്ടുണ്ടോ. വിഷ്വൽ ട്രീറ്റാണ് മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക. പണ്ട് നമ്മുടെ സഞ്ചാരം അവരെ കാണിക്കണില്ലേ, അപ്പോൾ അതേമാതിരി അങ്ങനെ അതേപോലെ പറഞ്ഞാൽ കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്കെപ്പോഴും. ഗോപുരത്തെ ചാർജ് കഴിഞ്ഞ് അപ്പോൾ കുറേ അങ്ങനെ ചമ്മലെന്താ കുടുങ്ങി കുറേ പ്ലാനുകളുണ്ട്, ട്രാവലിംഗ് പ്ലാനുകൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ പതുക്കെ സെറ്റാക്കണം. അങ്ങനെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യലി കുറേ ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. അതൊക്കെ സ്റ്റേബിളായിട്ട് വരുന്നുള്ളൂ. സ്റ്റേബിളായിട്ടില്ല, റെഡിയായി വരുന്നുള്ളൂ. ഇത് നമ്മുടെ ഗ്രൗണ്ട്. ഞാൻ ഇവിടെയാണ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ വരലുണ്ട് ബൈക്കും കൊണ്ടേ. ഇവിടെ കുറേ ഏരിയ ഉണ്ട്. ഇപ്പോൾ ഫുള്ള് പുല്ലും ഇതൊക്കെ ആയിട്ട് ഇവിടെ കുറേ ട്രാക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഭ്രാന്ത് കാണിച്ചാണ്. ഈ ഗ്രൗണ്ടിലല്ല, അപ്പുറത്ത് വേറെ ഏരിയ ഒക്കെ ഉണ്ട്. അതിലെ ഗ്രൗണ്ട് നമ്മൾ നശിപ്പിക്കാൻ കാരണം പിള്ളേർ കളിക്കണതാണ്. ഗ്രൗണ്ട് മാറ്റിയോ? അങ്ങനെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്, ഷോഡ വാങ്ങിയിട്ടുണ്ട്. അത് തണുപ്പ് മാറട്ടെ, അല്ലെങ്കിൽ തൊണ്ട സീനായിരിക്കും. ഞാൻ ഇവൻ്റെ സൈക്കിൾ എടുക്കാൻ ഒരു വീഡിയോ വ്ളോഗ് പോലെയൊക്കെ ചെയ്യണം കരുതി. അതങ്ങനെ വിട്ടുപോയി. മൈൻഡൊക്കെ വേറൊരു ഇതാണ്. തിരക്കായണ്ടേ, ഒന്നും ഒഴിവില്ല. എന്തെങ്കിലും ചെറിയൊരു പരിപാടി വരും, അങ്ങോട്ട് ഓട്ടം ഓടും. അങ്ങനെ ചെക്കൻ ഒരേ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിമത്തിൽ ലൈറ്റും സൗണ്ട് ഉണ്ടാക്കുന്ന സാധനമുണ്ട്. ബെല്ലിൻ്റെ പുറമേണത്. രസമാകുമ്പോൾ പണ്ട് നമ്മളിങ്ങനെ ഇറങ്ങും സൈക്കിൾ എടുത്ത് കണ്ട്. എനിക്ക് വെയിലും ചൂടൊന്നും വിഷയമല്ല. തീയിൽ കുരുത്തനല്ലേ നമ്മൾ ബൈക്ക് എടുത്ത് ഇറങ്ങണം. സൈക്കിള് നമുക്ക് റിവ്യൂ അറിയാമെന്ന് അറിയില്ല. സൈക്കിള് ഫേവറോൺ എന്ന ബ്രാൻഡാണ്. ഇതിൻ്റെ മോഡൽ ഏതാണാവോ? ഇതൊക്കെ വരുന്നുണ്ടല്ലേ? ക്ലാസിക്കോ എന്ത് മോഡൽ? അതെ. പിന്നെ കെണ്ടയുടെ ടയറാണ്. സംഭവം എന്നൊക്കെ പറഞ്ഞ കെണ്ട നമുക്കറിയാൻ മേല. നമ്മൾ ശരി പറഞ്ഞിട്ട് എല്ലാം അറിയണോ ആളെ ഞാൻ തരാൻ ഇതാക്കുന്നു. ഇതിൻ്റെ മെയിൻ തിങ്സ് എന്ന് വെച്ചാൽ ഇത് അലോയ് ആണ്. വെയിറ്റ്ലെസ് ആണ്. അലോയ് ആണ്. സിമ്പിളായിട്ട് പൊക്ക ഉണ്ടാവും. വെയിറ്റ്ലെസ് ആണ്. പിന്നെ ഹാൻഡലിംഗ് ഒക്കെ കറക്റ്റ് MTB സൈക്കിളാണ്. അപ്പോൾ ഹാൻഡലിംഗ് കറക്റ്റ് ആ ഒരു പൊസിഷനും ആ ഒരു ലെങ്ത്തും ആ ഒരു വൈഡിങ്ങും ഉണ്ട്. അപ്പോൾ ഓടിക്കാൻ നല്ല സുഖമാണ്. നമുക്കിങ്ങനെ ഇറക്കം കയറ്റൊക്കെ കയറുമ്പോൾ ഒരു ബോഡി ബാലൻസിങ് അടിപൊളിയാണ്. പിന്നെ ഒരു ഡിസ്റ്റൻസ്, പിന്നെ ഇതൊരു 27 സൈസ്, 27.5 സൈസ് വരുന്നത്. ഇവൻ്റെ മുന്നത്തെ സൈക്കിളിൻ്റെ 26. ശരിക്കും 27 മതി. നമ്മുടെ ഈ ഒരു ഹൈറ്റിന് ശരിക്കും ഇതുണ്ടോ, 27 ധാരാളം. പക്ഷേ 29 കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും. പക്ഷെ അവനത് ബുദ്ധിമുട്ടാവും. അവൻ കുറച്ച് വലുതാകുമ്പോൾ 29 ഓക്കെയാണ്. ഇപ്പോൾ വലുതാകുമ്പോൾ സൈക്കിളല്ല, നമ്മൾ ബൈക്കായിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സൈക്കിൾ ഓടിച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ വിളിച്ചോളൂ. അടിപൊളിയാകുമ്പോൾ നല്ല ഫീൽ, അടിപൊളിയാണ്, ഗുഡാണ്. എന്താ പറയുക, ടയർഡാവുക, ചെയ്യണ്ടായി ആയല്ലേ. ഞാൻ ഓടിക്കണം വീഡിയോ. കുഴങ്ങി ഓടിക്കാൻ പോവാണ്. എന്താ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ രണ്ട് സൈക്കിളും തമ്മിലൊരു വ്യത്യാസം പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് ഇഷ്ടമായോ? രണ്ട് തമ്മിൽ ഓടിച്ചിട്ട് എന്താ വ്യത്യാസം? സ്മൂത്താണ് ഓടിക്കുമ്പോൾ. ഗിയർ സൈക്കിൾ ഓടിക്കണ ഒരു ഫീല് അല്ലേ? അവൻ ഗിയർ സൈക്കിൾ ഓടിച്ചിട്ടില്ല, അതുകൊണ്ട് അവനറിയില്ല. അടുത്ത് തന്നെ ഓരോ ട്രാവൽ വീഡിയോ ഒക്കെ ഞാൻ ഇറക്കും. അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ശരി, കാണാം. ബൈ.